വന്നു ശല്യങ്ങള്. ജോലിക്ക് പോകുമ്പോ ഇങ്ങനെയൊന്നും പറയരുന്ന് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ഒരു ജോലിയാണോ? ഒരു തവണ കൂടി പറഞ്ഞ കൊന്നുകളഞ്ഞ്. അതെ, അതാണല്ലോ നിന്റെ ജോലി. അതിനല്ലേ പോണത്. പറയ്. ഇൻസ്പെക്ടറിനോട് പറഞ്ഞു. അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. മനസ്സിലായി. പറയ്, ഞാൻ നോക്കിക്കോളാം. മുത്തുലക്ഷ്മി പരാതി കൊടുത്തു. പോലീസുകാർ ഇരുവിഭാഗക്കാരെയും വിളിച്ചു സംസാരിച്ചു. വ്യാഴാഴ്ച എണ്ണ ഞാൻ പറ്റണ്ട. നീ പോയിട്ട് ഫോൺ ചെയ്യ്. വിളിച്ചു വരുത്തി സംസാരിച്ചെങ്കിലും ഭാസ്കരൻ മുത്തുലക്ഷ്മിയെ മറക്കാൻ വയ്യാത്തത് കൊണ്ട് അവളുടെ വീട്ടിൽ ശാന്തിനഗറിന്റെ കുമാരനെ തട്ടിയില്ലേ, സുന്ദരേശ് എന്നും പറഞ്ഞൊരുത്തരുണ്ട്. അവനത് കണ്ടതായി പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നു. അവൻ ദിവസവും വൈകുന്നേരം പാർക്ക് വൈൻസിൽ വെള്ളമടിക്കാൻ വരും. നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞോണ്ടേ, നീ വൈകുന്നേരം പിള്ളേരോടൊപ്പം പോയി അവിടെ വെള്ളമടിക്കണം. എന്നിട്ട് ഓവറായി എന്നുള്ള ഭാവത്തിൽ അവന്റെ മീതെ വീഴണം. അണ്ണാ, എന്താടാ വില അല്പം ഒന്ന് കുറച്ചുകൂടെ? മുതലാവില്ലടാ, ആകെ കൂടി കിട്ടണത് 4 രൂപയാ. നല്ലതാണ്ടാ, വാങ്ങിച്ചോണ്ട് പോ. എടാ, അവനതങ്ങ് എടുത്തോട്. എന്നിട്ട് എവിടെ നിർത്തിയ? സുന്ദരേശന്റെ കാര്യം. സുന്ദരേശന്റെ മേലെ പുലി ലക്കയിട്ട് വീഴട്ടെ. സുന്ദരേശൻ പുലി ആദ്യം അടിക്കട്ടെ. അത് കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് പോയി മൊത്തം അങ്ങോട്ട് പെരുമാറ്. വെപ്പൺസ് ഒന്നും വേണ്ട. അവിടെയുള്ള ബിയർ ബോട്ടിലെടുത്ത് തീർക്ക്. വരുന്നതിന് മുമ്പ് മുഴുവൻ തീർന്നൊന്ന് പരിശോധിച്ചിട്ട് വാ. ഈ പിള്ളേർക്ക് 4 പേർക്കും ഉച്ചയ്ക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് വേറെ പിള്ളേരെ പകരം അയച്ചേക്ക്. ശരിയാണ്. എടാ തരൂ. പറയണ്ട. ഹലോ, കുറച്ച് വെയിറ്റ് ചെയ്യ. കുട്ടികൾ പാസ് ചെയ്ത് കണ്ടില്ലേ? പോടാ. ഹലോ, can you wait for some time? ട്രാഫിക് പോലീസാ. ഏയ്, നമ്പർ നോട്ട് ചെയ്ത് സ്റ്റേഷനിൽ കൊടുക്കും. കൊന്നുകളെ ഞാൻ. പോടി. You bloody rascal. അത് ഞാൻ പറഞ്ഞോളാം, തീർച്ചയായിട്ടും. അതിന്റെ സംശയമൊന്നും വേണ്ട. ഇല്ല, ഡോണ്ട് വറി, ഞാൻ നോക്കിക്കോളാം. ഡെഫിനറ്റ്ലി. ഓക്കെ. ഇവിടെ എന്തിനാ വന്നേ? എന്താ ചാരു, രാവിലെ ഒന്നും കഴിച്ചില്ലേ? ലഞ്ച് ബോക്സും മറന്നോ? നീ എന്താ വല്ലാതിരിക്കുന്നു? ആ റൗഡി പിള്ളേര് നിന്നെ ഫോളോ ചെയ്തോ? എന്താന്നൊന്ന് ചോദിക്ക്. എന്താ മോളെ നടന്നത്? കുട്ടികൾ ക്രോസ് ചെയ്യുന്നത് കൂടി നോക്കാതെ റാഷ് ആയിട്ട് അങ്ങ് ഡ്രൈവ് ചെയ്ത് പോവാ. ആര്? 4 റൗഡി പയ്യന്മാര്. റൗഡി പയ്യന്മാരോ? നിനക്കറിയാവോ? അറിയില്ല. അറിയില്ലേ? അറിയാത്തൊരാളെ പറ്റി തെറ്റൊന്നും പറയരുത് മോളെ. അവർക്ക് എന്തെങ്കിലും ആവശ്യം കാണാതിരിക്കോ? കുട്ടികളാവുമ്പോ ആരാണേലും വെയിറ്റ് ചെയ്ത് പോണം. അതോ ഡ്രൈവർ സീറ്റിൽ ഇരുന്നല്ലോ ഒരു റാസ്കൽ. നിന്റെ കണ്ണിൽ എല്ലാ അമ്പ്ലേനും റൗഡികളും പോക്കരികളും. ഹായ് ആന്റി, എന്താ ഓഫീസിലേക്ക് വന്നിരിക്കുന്നത്? ബോറടിക്കും. ഇവിടെ വന്നാൽ നിന്റെ അങ്ങളുടെ വഴക്ക് കേൾക്കാം. അപ്പൊ എന്റെ ബോറടി മാറുമല്ലോ. അമ്പടി ഭയങ്കരി. ആരാടാ നീ? ചോദിക്കുന്ന കേട്ടില്ലേ? പറയടാ. എന്താടാ ഒന്നും വിടാത്ത? എവിടെന്താടാ? കൈയ്യട്. അതിൻ്റെ ഉള്ളിൽ എന്താടാ? ഞാൻ എന്ത് ചോദിച്ചിട്ട് അവരെന്തെങ്കിലും തല്ലി? എന്താ നിർത്തിയ? വെയിറ്റ് ചെയ്യടി. എന്തോ പ്രോബ്ലം. എന്ത് പ്രോബ്ലം? ഓർഡർ. 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 ഓർഡർ.
ഓർഡർ. പെണ്ണിന്റെ പേരിനാ? മേഘ. ഏത് കോളേജിലാ? സെന്റ് മേരീസ്. വേണ്ട, 7-ാം തീയതി തനിക്ക് മാത്രം കോർട്ട് ലീവ്. ഓക്കെ. സൂപ്പർ സൂപ്പർ. ഐ ടോൾഡ് യു നോ, അവൻ പോക്രി. അവൻ തന്നെ ആ പോക്രി. ഞാൻ പറഞ്ഞില്ലേ? Wait, we'll see. I'll show who I am. നിന്നെ സാത്താൻ പിടിച്ചിരിക്കുന്നു. Sir. Sir, you don't worry, sir. I'm with you. വരൂ സർ, സ്റ്റേഷനിലേക്ക് പോവാം. ഒരു അഡ്വക്കേറ്റിന്റെ പവർ എന്താണെന്ന് അറിയട്ടെ. വരൂ സർ, വരൂ. ഏയ്, നീ നിന്റെ പണി നോക്കി പടി. വന്നിരിക്കുന്നു. റൗഡികളും ഗുണ്ടകളും ഒക്കെ കാറ് തകർക്കും, ബസ് കത്തിക്കും. നമ്മൾ അതൊക്കെ എന്തിനാ അന്വേഷിക്കാൻ പോകുന്നേ? നേരെ റോഡ് നോക്കി വീട്, ഓഫീസ്. എല്ലാരും കൂട്ടമായിട്ട് ആയിക്കോട്ടെ, എന്നിട്ട് ആരെപ്പ കരയുന്നേ? ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അവന്റെ കാറ് തകർക്കുന്ന അവൻ തന്നെ നോക്കി രസിക്കുന്നു. അവനെന്തെങ്കിലും പ്രശ്നം കാണും. അതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പോടിയെന്ന്. ശരി ശരി വിട്. അച്ഛനാ പോടിയെന്ന് പറഞ്ഞെന്ന് വിചാരിച്ചോ? കഴിക്കേ. വേണ്ട, എനിക്ക് വിശപ്പില്ല. അയ്യോ ഡാഡി കഴിക്കേ. ഡാഡി, എനിക്കും വിശക്കുന്നില്ല. സോറി ഡാഡി, ഇനി ഞാൻ ഒരു പ്രശ്നത്തിന് പോവില്ല. സൂപ്പർ സൂപ്പർ. വീണ്ടും വീണ്ടും വാ. കൊന്നുകളെ ഇവിടെ. നിന്നെ എന്ത് ചെയ്യാൻ പോന്ന് കണ്ടോടാ. ഒരു സ്ഥലത്തേക്ക് പോവുക വരിക, അതുപോലെ അവൻ എവിടെയെങ്കിലും പോട്ടെ. അവൻ ആരെങ്കിലും അടിക്കാനോ വരട്ടാനോ പോവായിരിക്കും. That's none of our business. എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല ഡാഡി. പ്രശ്നമാവും മോളെ. നമ്മൾ എവിടേക്ക് പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ ആരും അറിയാതിരിക്കുന്നതാണ് ഇക്കാലത്ത് നല്ലത്. അങ്ങനെയല്ലല്ലോ ഡാഡി എന്നെ വളർത്തിയത്. അതിന് മനഃപൂർവ്വം ഇൻഡിക്കേറ്റർ ഉടച്ച് അവന്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കണോ? ആ റാസ്കലിന് ഒരു പണി കൊടുക്കണം ഡാഡി. അവൻ ആര്? നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അവൻ ഇവിടെ വരാൻ പാടില്ല. ഇനി നീ വരികയില്ല. നോക്കിക്കോ, നീ കംപ്ലൈന്റ് കൊടുത്തുകൊണ്ട് അവൻ നിന്നെ തേടി വന്ന് പ്രശ്നം ഉണ്ടാക്കും. എന്തിനാ ഡാഡി കണ്ടതൊക്കെ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ ഭയപ്പെടുന്നത്?